നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും മലയാളം ടെക് ടിപ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്റ്റോപ്പാഡ് എന്നൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ സ്റ്റോപ്പാഡ് എന്നൊരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് അഡ്വർടൈസ്മെന്റ് എപ്പോഴും ഒരു വലിയൊരു പ്രോബ്ലം ആണ്. എന്തെങ്കിലുമൊക്കെ ബ്രൗസ് ചെയ്യുമ്പോഴും ഏതൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴും എപ്പോഴും ഒരു അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്. ആ അഡ്വർടൈസ്മെന്റ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്റ്റോപ്പാഡ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതും ഫീച്ചേഴ്സും ഇന്റർഫേസും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോപ്പാഡ് എന്ന ആപ്ലിക്കേഷൻ ഇന്റർഫേസ്. നമുക്ക് ഏറ്റവും ടോപ്പിൽ അഡ്വർടൈസ്മെന്റ് ബ്ലോക്ക് ചെയ്യുന്ന ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാം. തൊട്ടുപോയി തന്നെ നമുക്ക് എത്ര അഡ്വർടൈസ്മെന്റ് ബ്ലോക്ക് ചെയ്തു, അപ്പോൾ എത്ര മൊബൈൽ ഡാറ്റ നമ്മൾ സേവ് ചെയ്തത്, എത്ര ടൈമാണ് സേവ് ചെയ്തത് കാണാൻ സാധിക്കും. നമ്മളിവിടെ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിറ്റിക് ഡൊമൈൻ റീസ്റ്റോർ വൈറ്റ് ലിസ്റ്റഡ് ആപ്പ് സെറ്റിംഗ്സ്. നമ്മളിപ്പോൾ സ്റ്റാറ്റിറ്റിക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. എത്ര ആഡ് ബ്ലോക്ക് ചെയ്തു, എത്ര മൊബൈൽ ഡാറ്റയാണ് സേവ് ചെയ്തത്, എത്ര ടൈമാണ് സേവ് ചെയ്തതെന്ന് കാണിക്കും. നമ്മൾ ഡൊമൈൻ റീസ്റ്റോറിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ URL നിങ്ങൾക്ക് ആഡ് കാണിക്കണം എന്ന് വിചാരിക്കാം. നമുക്ക് സ്റ്റോപ്പാഡ് ബ്ലോക്ക് ചെയ്ത ഒരു പെർട്ടിക്കുലർ URL നിങ്ങൾക്ക് ആഡ് കാണിക്കണം എന്ന് വിചാരിച്ചാൽ ആ URL ഇവിടെ ടൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് ആ URL മാത്രം ഒരു ആഡ് വരുന്നതായിരിക്കും. നമ്മളൊരു വൈറ്റ് ലിസ്റ്റഡ് ആപ്സിലാണ്. നമുക്ക് ചില ഗെയിമിലൊക്കെ നമുക്ക് അഡ്വർടൈസ്മെന്റ് കണ്ടാൽ നമുക്ക് കോയിൻസ് കിട്ടും. അങ്ങനെയുള്ള ഗെയിമൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടാൽ ആ ഗെയിമിലൊക്കെ നമുക്ക് എപ്പോഴും ആഡ് വരും. അപ്പോൾ അതാണ് ഈ വൈറ്റ് ലിസ്റ്റഡും ഡൊമൈൻ ലിസ്റ്റഡും എന്ന് പറഞ്ഞ ഓപ്ഷൻ. പിന്നെ നമുക്ക് സെറ്റിംഗ്സ് ആണുള്ളത്. അപ്പോൾ നമ്മളിതിപ്പം ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ആഡ് ബ്ലോക്കിംഗ് ഒന്ന് ഡിസേബിൾ ചെയ്ത് നമുക്ക് ഇന്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് ആപ്ലിക്കേഷനിൽ പോയിട്ട് നമുക്ക് അതിൽ ആഡ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് ആപ്ലിക്കേഷനാണ് പോകുന്നത്. ഞാൻ ജസ്റ്റ് ഗോ ക്ലിക്ക് ചെയ്യാണ്. സ്റ്റോപ്പാഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ക്രോം, ഓപ്പറ മിനി, ഫയർഫോക്സ് എന്ന് പറഞ്ഞ അധികം ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും അത് ആഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണക്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ആഡ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടെ ആഡ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സ്റ്റോപ്പാഡ് എന്ന ആപ്ലിക്കേഷനും പോവാണ്. നമുക്ക് ആഡ് ബ്ലോക്കിംഗ് ഒന്ന് ഓൺ ചെയ്യാം. ഇവിടെ കാണാം. ഇത് ഓൺ ചെയ്ത ശേഷം നിങ്ങൾ 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ഒരു കീൻ്റെ ഐക്കൺ വരും. എന്നാൽ മാത്രമേ നിങ്ങളെ ആഡ് ബ്ലോക്കിംഗ് പൂർണ്ണമായിട്ട് സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്ര ആഡ് ബ്ലോക്ക്, എത്ര മൊബൈൽ ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്റർനെറ്റ് ടെസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്നുകൂടി പോയിട്ട് നമുക്ക് ആഡ് വരുന്നത് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഞാൻ ഗോ കൊടുക്കുകയാണ്. അത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കാണാൻ ഇതുവരെ ആഡും വന്നിട്ടില്ല. നമുക്കിത് കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങളെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇത് ആഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. കാരണം അതുവരെ ആയിട്ട് ഇവിടെ ആഡ് വന്നിട്ടില്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ താഴത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.